പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ ദുരന്തമുഖത്തെ സന്നദ്ധ പ്രവർത്തകർ ഓരോരുത്തരും പലവിധ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ചില അനുഭവങ്ങൾ പൊള്ളിച്ചു, ചില അനുഭവങ്ങളിൽ അവർ മരവിച്ചു. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നവർക്കും അവ വൃത്തിയാക്കുന്നവർക്കും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവർക്കും ഒരുപാടുണ്ട് പറയാൻ. അവരുടെ അനുഭവങ്ങൾ കേട്ടുനിൽക്കുന്ന നമ്മുടെയും ഉള്ളുലയ്ക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്നവയാണ്. റിപ്പോർട്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇവർ ഓരോരുത്തരും കണ്ടുകിട്ടുന്ന മൃതദേഹങ്ങളുമായി അടുത്തിടപഴകുകയാണ്. പലരും പല വിധത്തിൽ. ഇവർക്കും ഏറെയുണ്ട് പറയാൻ. അതൊക്കെയും നമ്മുടെ നെഞ്ചു പിളർത്തുന്ന അനുഭവങ്ങളാണ്. 2 വയസ്സുകാരനായ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കൈകാര്യം ചെയ്ത സന്നദ്ധ പ്രവർത്തകന്റെ അനുഭവം ഒന്ന് കേൾക്കുക. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു 2 വയസ്സ് ആൺകുട്ടിന്റെ ഒരു ബോഡി വന്നിട്ടുണ്ടായിരുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ ബന്ധുക്കൾ വന്നായിരുന്നു. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തോന്നുന്നു. അപ്പോൾ വന്നു, അവർ ആളെ നോക്കി ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സൗന്ദര്യം ഒരു നമുക്ക് ഏവർക്കൊരു ഒരു ഇത് തോന്നുന്ന ഒരു മോനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ കുട്ടിയുടെ ശരീരം അടുത്തേക്ക് നമ്മളെല്ലാം കണ്ണ് നിറയാത്ത ഒരാളുണ്ടായില്ല അവിടെ. സഹപാഠികളെ നഷ്ടപ്പെട്ടവരും മൃതദേഹങ്ങളുടെ പരിപാലനത്തിൽ സജീവമായി രംഗത്തുണ്ട്. സംസ്കരിക്കാനായി അവരിൽ പലരും ഏറ്റുവാങ്ങുന്നത് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ കൈകളോ കാലുകളോ ശരീരഭാഗങ്ങളോ ഒക്കെയാണ്. ജൂനിയറിൽ ഒരുപാട് പേര് ഒരു കുട്ടി കാണായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ സീനിയർ ബാച്ചിലും അതേപോലെ സൂപ്പർ സീനിയർ ബാച്ചിലും ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും ക്ലബ്ബ് പരമായിട്ടും സൗഹൃദപരമായിട്ടും ഒരുപാട് ഞങ്ങളെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പം ഇല്ലയെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പത്രത്തിലൂടെ അവരെ കാണുന്നു. അവരൊന്നും കാണുന്നില്ല എന്നല്ല, പിന്നെ അവരെ കാണുന്നത് ഇവിടെയാണ്. തിരിച്ചറിയാത്ത ഒരു ബോഡികൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിലും തിരിച്ചറിയപ്പെടാത്തവ സംസ്കരിക്കുന്നതിലും പെൺകുട്ടികളുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. ഈ രംഗത്തേക്ക് കടന്നു വരാൻ അവർക്കുമുണ്ട് കാരണങ്ങൾ പലത്. സഹജീവി സ്നേഹം എന്ന് പറയുന്നത് ആൺ പെൺ ഭേദമന്യേ എല്ലാവർക്കും വേണ്ട ഒരു വികാരമാണല്ലോ. അപ്പം കിട്ടിയ ബോഡി ഏറ്റവും നല്ല രീതിയിൽ അവരർഹിക്കുന്ന രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളത്, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പെൺകുട്ടികളാരും ഇങ്ങോട്ട് വരത്തില്ല, പൊതുവെ ആൺകുട്ടികളാണ് ഇതിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. വന്നപ്പോഴാണ് നാളെ നമ്മൾ മനുഷ്യരാണ്, നാളെ നമുക്ക് എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ പരിപാലിക്കുക. അതുകൊണ്ട് നാളെ നമ്മളെയും ഇതേക്കൂട്ടി നോക്കാൻ നമ്മുടെ സജീവമായിട്ടുള്ള മനുഷ്യർ കാണും. ഇതുപോലുള്ളവർക്ക് കൂടി സല്യൂട്ട് നൽകാതെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനവും ഈ ദുരന്തഭൂമിയിലെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാകില്ല എന്നുള്ളതാണ് വസ്തുത. പുത്തുമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. ഇതിലൊരു സന്നദ്ധ പ്രവർത്തക പറഞ്ഞതുപോലെ സഹജീവികളോടുള്ള കരുണയ്ക്കും സ്നേഹത്തിനും എന്ത് ജാതി, എന്ത് മതം, എന്ത് ലിംഗഭേദം ഉള്ളുലയ്ക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പുത്തുമലയിൽ നിന്ന്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ശ്മശാന കുമ്പാരങ്ങളിൽ അവരുടെ പേരുകളില്ല. കല്ലറകളിൽ അവരുടെ പേര് കുത്തി ഒരു ഗ്രാഫൈറ്റും ഒരു ഗ്രാനൈറ്റും പതിച്ചിട്ടുമില്ല. അവരുടെ കല്ലറകളിൽ അവരുടെ പേര് പോലുമില്ല. പകരമുള്ളത് DNA സാമ്പിളുകളാണ്. എന്നെങ്കിലും ഒരിക്കൽ പ്രിയപ്പെട്ടവർ ഇത് തിരിച്ചറിഞ്ഞാൽ അവരുടെ താൽക്കാലികമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ കല്ലറകളിൽ അവർ പ്രാർത്ഥിക്കുമായിരിക്കും, കണ്ണീർ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുമായിരിക്കും. പക്ഷെ അപ്പോഴും ആരെന്നറിയാതെ ഇവരുടെ മൃതദേഹങ്ങൾ ആ കുഴിയിലേക്ക് എടുത്തുവെച്ച മനുഷ്യരുണ്ട്. അതും വയനാട് അവശേഷിപ്പിക്കുന്ന നന്മയുള്ള കാഴ്ചകളിലൊന്നാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക് എന്നതാണ് ഈ ദുരന്ത വാർത്തകൾക്കിടയിലും ആശ്വാസത്തിന്റെ ഒരു പ്രതീക്ഷ നൽകുന്നത്. ചൂരൽമല ശാഖയിൽ നിന്നെടുത്ത മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുമെന്നാണ് കേരള ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. മരിച്ചവരുടെയും ഈട് നൽകിയവരുടെയും വീടും വസ്തുക്കളും നഷ്ടപ്പെടരുതെന്നും വായ്പകൾ ഒഴിവാക്കി നൽകാനുമാണ് തീരുമാനം. ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം നാളെ പരിശോധന നടത്തും. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുഞ്ചിരിമറ്റത്തെയും വെള്ളാർമലയിലെയും ദുരിതബാധിതർക്ക് ആശ്വാസകരമാണ് കേരള ബാങ്കിന്റെ തീരുമാനം. ദുരന്തബാധിതർ ചൂരൽമല ശാഖയിൽ നിന്നെടുത്ത വായ്പകളാണ് കേരള ബാങ്ക് എഴുതിത്തള്ളുക.
മരണപ്പെട്ടവരുടെയും ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ബാങ്കിന്റെ ഭരണസമിതി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള ബാങ്ക് നേരത്തെ നൽകിയിരുന്നു. നാളെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഉരുൾപൊട്ടൽ മേഖലകളിൽ പരിശോധന നടത്തും. ദുരന്തബാധിത മേഖലകളിലെ ആഘാതം സംബന്ധിച്ച് വിശദമായി പഠിക്കുന്ന സംഘം പ്രദേശത്ത് ഇനിയൊരു അപകട സാധ്യതയുണ്ടോ എന്നതും ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പുനരധിവാസം സാധ്യമാണോ എന്നതും വിലയിരുത്തും. പുനരധിവാസത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയിലെ ദുരന്ത സാധ്യത ഉൾപ്പെടെ സംഘം വിശദമായി പഠിക്കും. ദേശീയ ഭൌമശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അഡ്വൈസറി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും കൂടി പരിഗണിച്ചായിരിക്കും ടൌൺഷിപ്പ് ഉൾപ്പെടെ പുനരധിവാസ തീരുമാനങ്ങളിൽ സർക്കാർ അന്തിമ നിലപാട് കൈക്കൊള്ളുക. റിപ്പോർട്ടർ, വയനാട്. നിസ്സഹായത മാത്രം ബാക്കിയുള്ള മനുഷ്യർക്ക്, മണ്ണിൽ പുതഞ്ഞു പോയവരെ ഓർത്ത് കരയാൻ പോലും കഴിയാത്തവർക്ക്, അനിശ്ചിതകാല ഭാവിയിലേക്ക് ആശങ്കയോട് നോക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം. മറ്റു ബാങ്കുകളും ഈ മാതൃക ഏറ്റെടുക്കേണ്ടേ എന്നതാണ് റിപ്പോർട്ടറിന്റെ ചോദ്യം. സർവവും തകർന്ന് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് സ്വന്തം വസ്തുവകകളും വീടും നഷ്ടപ്പെട്ട് നിസ്സഹായതയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മനുഷ്യരെ ചേർത്തുപിടിക്കാൻ കേരള ബാങ്ക് കാണിച്ച താൽപര്യത്തിനും കേരള ബാങ്കിന്റെ തീരുമാനത്തിനും ഹൃദയം കൊണ്ട് സല്യൂട്ട്. നമുക്കൊപ്പം കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ചേരുന്നുണ്ട്. ഒപ്പം ഭുവനചന്ദ്രൻ ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം ചേരും. ജിതേഷും ജിതികയും നിസാറും നമുക്കൊപ്പമുണ്ട്. ആദ്യം MK കണ്ണനിലേക്ക്. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റാണ് ശ്രീ MK കണ്ണൻ. ശ്രീ MK കണ്ണൻ, ആ തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ. നിസ്സഹായരായ മനുഷ്യരുടെ ചേർത്തുപിടിക്കാൻ കേരളം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു മാതൃകയാവുകയാണ് കേരള ബാങ്ക്. ഏകദേശം എത്ര ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ ചൂരൽമല ശാഖയിൽ മാത്രം എഴുതിത്തള്ളാൻ? നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ നമുക്ക് എല്ലാ വിവരവും ലഭ്യമായിട്ടില്ല. കിട്ടിയതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ 670 പേരാണ് കേരള ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. ഈ ചൂരൽമല ബ്രാഞ്ചിൽ ഞങ്ങൾ നോക്കുമ്പോൾ വലിയ എല്ലാ കണക്കുകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കിട്ടിയ കണക്കനുസരിച്ച് ഉള്ള ആദ്യ ഒരു ബാച്ചിന് അവരുടെ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളിലും ഇതുപോലൊരു തീരുമാനം എടുക്കുക എന്നതാണ് കേരള ബാങ്ക് അംഗീകരിച്ചുള്ള തത്വത്തിലുള്ള തീരുമാനം. ഇത് കാർഷിക വായ്പ മാത്രമാണോ എഴുതിത്തള്ളുന്നത്, അതല്ല മറ്റെല്ലാ വായ്പകളും എഴുതിത്തള്ളാനാണോ തീരുമാനം? എല്ലാ വായ്പകളും അതൊരു ലഭ്യമായി നമുക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു മാതൃകാപരമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഈ ക്യാമ്പുകളിൽ കണ്ട കാഴ്ച താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ടെലിവിഷനിലൂടെ. അതിലൊരു വീട്ടമ്മ വന്ന് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഈ പല ബാങ്കുകളിലും പണം വെച്ച് നിസ്സഹായരായിരിക്കുകയാണ്. വീട് പോലും വയ്ക്കാൻ പണമെടുത്തവരുണ്ട്. ചിലർ പേഴ്സണൽ ലോൺ എടുത്തു, ചിലർ ഓടിക്കാൻ ജീപ്പിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ ഈ ലോണുകളെല്ലാം എഴുതിത്തള്ളാനല്ലേ തീരുമാനം കേരള ബാങ്കിൻ്റെ? അതെ, പടിപടിയായിട്ട് ഈ കിട്ടുന്ന ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ രേഖകളും ഇപ്പോൾ ലഭ്യമല്ല. നമുക്കിപ്പോൾ ഏതാനും കുറച്ചാളുകളുടെയാണ് ഈ ചൂരൽമല ബ്രാഞ്ചിൽ കിട്ടിയിട്ടുള്ളത്. അത്തരം ആളുകളെ നമ്മൾ എഴുതി തള്ളും. ഇനി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അപ്പം തീരുമാനിച്ചു. ഇതൊരു സൂചനയാണ്. മറ്റു ബാങ്കുകളും ഈ മാതൃക സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വരാം ശ്രീ MK കണ്ണൻ. നമുക്കൊപ്പം ഭുവനചന്ദ്രൻ എന്ന ഈ ദുരന്തബാധിതനായ ഒരാളുണ്ട്. അദ്ദേഹം ക്യാമ്പിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഭുവനചന്ദ്രൻ, അങ്ങിപ്പോൾ ഉള്ളത് മേപ്പാടി സ്കൂൾ സെന്റ് ജോസഫ്സ് ക്യാമ്പിലാണോ, അതല്ല മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിലാണോ? ഹൈസ്കൂൾ ക്യാമ്പിലാണ് സാറേ. ഭുവനേന്ദ്രൻ എവിടെയായിരുന്നു വീട്? ചൂരൽമലയിലായിരുന്നോ മുണ്ടക്കയിലായിരുന്നോ? ഹൈസ്കൂൾ ക്യാമ്പിലാണുള്ളത്. ചൂരൽമല പടവട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സാറേ വീട്. വീടിന്റെ അവസ്ഥ എന്താ ഭുവനചന്ദ്രൻ? വീടിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ തൽക്കാലം ഞാൻ നിന്നോട് തന്നെ പെങ്ങളെ വീട്ടിലാണ്. സ്ഥലം വന്നിട്ടുള്ളത് വില്ലേജിന്റെ അവിടെയാണ്. അപ്പോൾ വീട് പണി കുറെ തുടങ്ങാനുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം കുറെ പണികളൊക്കെ ചെയ്തു. അന്നേരം അവിടെ ഈ കഴിഞ്ഞ കൊല്ലം മഴയ്ക്ക് തിണ്ടിടിഞ്ഞിട്ടൊക്കെ വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പണി അവിടെ നിർത്തി വെക്കുകയായിരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടലിലൊക്കെ ഇവിടെ വന്ന്
പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ദുരന്തം വന്നിട്ടുള്ളത് സാറേ. ഇപ്പോൾ നിലവിൽ എനിക്കിപ്പോൾ അവിടെയും താമസിക്കാൻ പറ്റില്ല. കിണർ കുത്തി, കിണർ ഇടിഞ്ഞു പോയി, മട്ടൊക്കെ വലിച്ചു. പിന്നെ ബാക്കി ഈ കലുങ്ക് കെട്ടിയ ശേഷം ഒന്നിലെ റോപ്പ് മുഖാന്തരം സാധനങ്ങൾ ഇറക്കാം, അല്ലെങ്കിൽ സെറ്റിലടിക്കേണ്ടി വരും. സെറ്റിലടിച്ചിട്ട് ആ പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടായത് സാറേ. ഈ പെങ്ങളുടെ വീട്ടിലെ അവസ്ഥ നിലവിലത്തെ സാഹചര്യം പറഞ്ഞാൽ സ്ഥലമുണ്ട്, പെങ്ങളെ അവസ്ഥ അവിടെ താമസിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ വളരെ മോശമാണ്. പടവട്ടിക്കുന്ന് പറയുന്ന സ്ഥലം ഇനി അവിടെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. പെങ്ങളെ ഒരു സീറ്റിട്ട വീടാണ്. അവിടെയും തിണ്ട് ഇടിഞ്ഞിട്ടും വലിയ ആ പ്രദേശത്തെ പെങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഭീഷണിയായിട്ടാണ് അവിടെ ഉള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വന്നു. പക്ഷെ 8ാം നമ്പർ ഏലമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടാൻ 2019 പൊട്ടിയിട്ട് അവിടെ പാലങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നാണ്. പക്ഷെ ആലപ്പുഴയല്ല, ഫോറസ്റ്റിൽ അങ്ങനെ വന്നുകൊണ്ട് അത് പുറത്താരും അറിയപ്പെട്ടില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഭീഷണിയുള്ള സ്ഥലം തന്നെയാണ് സാറേ. ഇപ്പൊ ഭുവനചന്ദ്രന്റെ വീട് വെക്കാനെടുത്ത സ്ഥലത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പോൾ കിണറൊക്കെ കുട്ടിയ ആ സ്ഥലത്തിന്റെ അവസ്ഥ അവിടെയും ഇപ്പോൾ ഒരു ദയനീയാവസ്ഥയാണ് സാർ. അതായത് നമ്മുടെ വില്ലേജ് റോഡ് നമ്മൾ കണ്ടാലറിയാം. വില്ലേജ് റോഡ് നമുക്ക് കുറേ ബോഡികൾ കിട്ടാറുണ്ട്. വില്ലേജ് ആ ഭാഗത്തിനാണ്. ആ ഭാഗത്ത് കുറച്ച് മുകളിലായിട്ടാണ് ഈ സ്ഥലം എടുത്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ കണ്ടത് നോക്കിയാൽ അവിടെ ഇപ്പോൾ വീട് വെക്കാനൊരു നിവൃത്തിയില്ലാത്ത സംഭവത്തിലാണ് സാർ ഇപ്പോൾ ഉള്ളത്. ഭുവനേന്ദ്രൻ അതിന് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? ഞാൻ ഗ്രാമീണ ബാങ്കിന് ഒരു 1,30,000 ലോൺ എടുത്തിട്ടുണ്ട് സാറേ. അത് വീട് വയ്ക്കാനാണോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരുന്നോ? അത് വീടിന്റെ പണിക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു സാറേ. ഇനിയിപ്പോൾ വീട് വയ്ക്കാൻ കഴിയില്ലല്ലോ അവിടെ, അല്ലേ ഭുവനേന്ദ്രൻ? ഇനിയിപ്പോൾ ചൂരൽമലയിൽ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലൊക്കെ സ്ഥലം കണ്ടെത്തി തന്നാൽ വളരെ ഉപകാരം. കാരണം ഒന്നാമത് ഇത്രയും ആളുകൾ, ഇത്രയോ സുഹൃത്തുക്കൾ, ഇത്ര ബന്ധങ്ങൾ പോയി സാറേ. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് എന്തായാലും ഒരു വീട്ടിൽ 10 പേര് ഉള്ളപ്പോൾ ഒരു 9 പേര് പോയിട്ട് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യതമാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ജനിച്ച് വളർന്ന ഒരു നാട്ടിൽ ഇനിയിപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ചൂരൽമല താമസിക്കുക എന്നുള്ളത്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരൊക്കെ പലരും പോയി അല്ലേ? പലരും പോയി, പലരും ബന്ധങ്ങൾ, സുഹൃത്തുക്കളൊക്കെ. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ നിന്ന ഒരു അപ്പണ്ണൻ, അങ്ങനെ ഒരു ശിവണ്ണൻ, അങ്ങനെ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ തടിപ്പണിക്ക് പോകുന്ന ആളുകളാണ് സാറേ. ഒപ്പം കൂടെ അന്ന് വൈകുന്നേരം വരെ എല്ലാവരും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നല്ല മഴയാണ്, എല്ലാവരും നേരത്തെ വീട്ടിലെത്താൻ പറഞ്ഞ് പോയ ആൾക്കാർ വരെ പിറ്റേ ദിവസം നേരം വെക്കുമ്പോൾ കാണുന്ന കാഴ്ച ചങ്ക് പടയുന്ന ഒരു കാഴ്ചയാണ് സാറേ. ഭുവനേന്ദ്രൻ, ഈ ഗ്രാമീണ ബാങ്കിൽ നിന്നെടുത്ത 1 ലക്ഷം രൂപയിൽ ഇനി എത്രയുണ്ട് ബാക്കി? വീടിന് എത്ര ചിലവിട്ടു? വീടിന് ഇപ്പം ഞാൻ ഒരു മട്ടം വലിച്ചു, കിണർ കുത്തി, പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ആ റോഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ ടിപ്പറോ മറ്റുള്ള വണ്ടിയോ പോകാത്തതുകൊണ്ട് കുറച്ച് പെൻഡിങ് ആയി പോയതാണ് സാറേ. അപ്പോൾ ഇനി ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ല അല്ലേ ഭുവനേന്ദ്രൻ? ഇനിയിപ്പോൾ തിരിച്ച് അടയ്ക്കാൻ ഇപ്പോൾ എന്തായാലും നിവൃത്തിയില്ല സാറേ. കാരണം അടയ്ക്കാനെ തന്നെ ഇനിയിപ്പോ ഒരു വീട് വെക്കണം. വേറെ എന്താ ജോലി? വീട് തടിപ്പണിയാണോ? കൂലിപ്പണിയാണ് സാറേ. തടിപ്പണി മാത്രമല്ല, എല്ലാ പണിക്കും പോകും. പറമ്പിലെ പണിക്കും എല്ലാ പണിക്കും പോകും. ഒരു ദിവസം എത്ര രൂപ കിട്ടും? അത് ശരിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും സാർ. ഇപ്പൊ 500 ആയിരിക്കും, ചിലപ്പോൾ 600 ആയിരിക്കും, ചിലപ്പോൾ 800 ആയിരിക്കും. ഓക്കെ, ശ്രീ എം കെ കണ്ണൻ, നമ്മളോടൊപ്പമുള്ള ഭുവനേന്ദ്രന്റെ അവസ്ഥ താങ്കൾ കേട്ടല്ലോ. ഗ്രാമീണ ബാങ്കിലാണ് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയോളം ലോൺ ഉള്ളത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരാൾ മാത്രമാണ് കേട്ടോ. ഭുവനേന്ദ്രൻ ഒരു പ്രതിനിധി മാത്രമാണ്. കേരള ബാങ്ക് അല്ലാതെ മറ്റു ബാങ്കുകളിലുള്ളവർ. ഇവർക്ക് ഈ പണം ഇനി തിരിച്ചടയ്ക്കാൻ കഴിയില്ലല്ലോ. ആ വീട് വയ്ക്കുന്ന ആ സ്വപ്നവും പൊലിഞ്ഞു, ആ സ്ഥലം ഇല്ലാതായി, ആ സ്ഥലത്തിന് വീട് വയ്ക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ചിലവിട്ട പണവും ഇനി തിരിച്ചടയ്ക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. തീർച്ചയായിട്ടും എം കെ കണ്ണൻ, കേരള ബാങ്കിൻ്റെ ഒരു മാതൃക ഗ്രാമീണ ബാങ്ക് അടക്കം മറ്റെല്ലാ ബാങ്കുകളും പിന്തുടരേണ്ടതല്ലേ? സ്വകാര്യ ബാങ്കുകളടക്കം അവർക്കൊക്കെ വലിയ ലാഭം ഉണ്ടാക്കുന്ന ബാങ്കുകളാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 1, 1.5, 2, 2.5 ലക്ഷം രൂപ അത്രയൊക്കെ പലരും ലോൺ എടുത്തിട്ടുള്ളൂ. ചിലർ വീട് വയ്ക്കാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതിത്തള്ളുക എന്നുള്ളത് മാതൃകാപരമല്ലേ ശ്രീ എം കെ കണ്ണൻ? ഈ ദുരന്തമുഖത്തല്ലാതെ നമ്മൾ എപ്പോഴാണ് ഇവരെ സഹായിക്കുക അല്ലേ? ഞങ്ങൾ ഇപ്പം സഹായിക്കും.
ഞങ്ങൾ ചൂരൽമല ബ്രാഞ്ചിൽ നോക്കിയപ്പോൾ 55 ലക്ഷം രൂപയാണ് വായ്പ കൊടുത്തിട്ടുള്ളത്. അതിലൊരു വിഭാഗത്തിനെയാണ് ഇപ്പോൾ പൂർണ്ണമായും എഴുതി തള്ളത്. ഇനി കിട്ടുന്നവർക്ക് ലിസ്റ്റ് പൂർണ്ണമാകുന്നവർക്ക് ഞങ്ങൾ ഈ നടപടി തുടരും. ബുദ്ധിമുട്ടുള്ള ബാങ്കിന്, എന്നാലും ഇവരെ സഹായിക്കേണ്ടത് ഒരു വലിയ കടപ്പാടാണ്. ഇത് ശരിക്കും മറ്റു ബാങ്കുകളും പിന്തുടരണമല്ലേ ശ്രീ എം കെ കണ്ണൻ? ഈ മാർഗം മറ്റു ബാങ്കുകളും പിന്തുടരണം. അവരൊക്കെ കോടാനക്കോടികൾ മറ്റു പല കോർപ്പറേറ്റുകൾക്ക് എഴുതി തള്ളുന്നവരാണ്. ഇത് അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ശരിയാണ്. താങ്ക് യു ശ്രീ എം കെ കണ്ണൻ. കേരള ബാങ്ക് എന്തായാലും മാതൃകാപരമായി 100%, 100% ശ്രീ എം കെ കണ്ണൻ. ഞാൻ അതുകൊണ്ടാണ് അങ്ങേ അതിഥിയായി വിളിച്ചതും. കാരണം കേരള ബാങ്ക് കാണിച്ച ഈ മാതൃകാപരമായ പെരുമാറ്റം, മാതൃകാപരമായ ഈ കാര്യം, ഏകദേശം 55 ലക്ഷത്തോളം വരുന്ന ചൂരൽമല ബാങ്കിലെ ലോണുകൾ, ഈ ദുരന്ത ബാധിതർക്കായി കൊടുത്തിരിക്കുന്ന ലോണുകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് എടുത്തിരിക്കുന്ന തീരുമാനം പ്രശംസനീയമാണ്, മാതൃകാപരമാണ്, അനുകരണീയമാണ്. എന്താ ഞങ്ങൾ ബാങ്ക് 50 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു, ജീവനക്കാരിപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. അതെ, അതും തീർച്ചയായും സ്വാഗതാർഹം. 50 ലക്ഷം രൂപ ബാങ്ക് തന്നെ CMDRFിലേക്ക് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജീവനക്കാരന് 5 ദിവസത്തെ ശമ്പളവും കൊടുക്കുന്നു എന്നുള്ളതാണ്. സഹകരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും ചേർത്തു പിടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കൂടി നമ്മൾ കണക്കാക്കണം. പ്രൈമറി ബാങ്കുകളൊക്കെ ഒരാഴ്ചത്തെ, ഇപ്പം ഞാൻ പ്രസിഡന്റായിട്ടുള്ള ബാങ്ക് ഒരാഴ്ചത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാതൃകാപരമാണ്, അനുകരണീയവുമാണ് ശ്രീ കെ കണ്ണൻ. താങ്ക് യു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കാണുന്ന ബാങ്ക് അധികൃതരൊക്കെ ഉണ്ടെങ്കിൽ ഈ 1.5 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം ഇതൊക്കെ ഒരു പക്ഷേ ചെറിയ കണക്കായിരിക്കും നിങ്ങളുടെ കണ്ണിൽ. പക്ഷേ ഭുവനേന്ദ്രനെ പോലെ ഒരു ദിവസം 600-700 രൂപ ശമ്പളത്തിൽ കൂലിപ്പണി എടുക്കുന്ന മനുഷ്യർ അവരുടെ വീട് വയ്ക്കാനുള്ള സ്വപ്നത്തിൻ്റെ ഭാഗമായി എടുത്ത് ആ വീട് വയ്ക്കാൻ കഴിയാതെ ആ പണം ഇല്ലാതായി പോകുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ആവശ്യപ്പെടരുത്. അതൊക്കെ എഴുതി തള്ളുക എന്നുള്ളത് നിങ്ങളുടെ ലാഭത്തിന് വിഹിതത്തിൽ ഒരു ചെറിയ കുറവല്ലേ സംഭവിക്കൂ. പക്ഷേ അത് നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയായിരിക്കും. കേരള ബാങ്ക് എടുത്ത ഈ നിലപാടിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നമ്മൾ വയനാടൻ ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. തീർച്ചയായും അത് മാതൃകാപരമാണ്. മറ്റു ബാങ്കുകളും തീർച്ചയായിട്ടും പിന്തുടരേണ്ട അനുകരണീയമായ മാതൃകയെന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു. താങ്ക് യു ശ്രീ എം കെ കണ്ണൻ. മറ്റതിഥികൾ തുടരുക. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഒരുപാട് മനുഷ്യർ വരുന്നു. വയനാടിൻ്റെ ദുരന്തക്കയങ്ങളിലേക്ക് ആശ്വാസത്തോണി അയക്കുന്ന മനുഷ്യരോട് ചങ്കിൽ തൊട്ടതുകൊണ്ട് തന്നെ ഈ സ്നേഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് വയനാടിനെ ചേർത്തു തന്നെ പിടിക്കണം. അഭയതീരത്തേക്ക് വയനാടിനെ നമുക്ക് അടുപ്പിക്കണം, എത്രയും വേഗം തന്നെ, താമസം കൂടാതെ. ഇപ്പോൾ നമുക്കൊപ്പം KS പ്രദീപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ എം കെ കണ്ണൻ അങ്ങ് പോയില്ലെങ്കിൽ അങ്ങ് തുടരണം. ശ്രീ KS പ്രദീപ് നമുക്കൊപ്പം ചേരുന്നു. SLBC ജനറൽ മാനേജറാണ് ശ്രീ KS പ്രദീപ്. ശ്രീ KS പ്രദീപ്, ഞങ്ങളിപ്പോൾ കേരള ബാങ്ക് ഈ ചൂരൽമല ശാഖയിലെ ലോൺ എടുത്ത മുഴുവൻ ദുരന്തബാധിതരുടെയും ലോൺ എഴുതിത്തള്ളാൻ തീരുമാനമെടുത്ത വിവരം പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. എന്നോടൊപ്പം വൈസ് പ്രസിഡന്റാണ് ഉണ്ടായിരുന്നത്. എന്നോടൊപ്പം മറ്റൊരു ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ളൊരു ഭുവനേന്ദ്രൻ കൂടിയുണ്ട്. ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. ശ്രീ KS പ്രദീപ്, ഈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഈ പണമൊന്നും ഇനി തിരിച്ചടയ്ക്കാൻ കഴിയില്ല. ഈ ലോണുകളെല്ലാം എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് ബാങ്ക് ആലോചിക്കേണ്ടതല്ലേ ശ്രീ KS പ്രദീപ്? വലിയ തുകയൊന്നും ഉണ്ടാവില്ല, 2-3 ലക്ഷം രൂപയൊക്കെയാണ് ഓരോരുത്തർ എടുത്തിട്ടുണ്ടാവുക. ഞാൻ ഉത്തരം പറഞ്ഞട്ടെ? പറഞ്ഞോളൂ ശ്രീ പ്രദീപ്. പ്രധാനമായിട്ടും 2 ബാങ്കാണ് അവിടെ ഉള്ളത് ചൂരൽമലയിൽ. ഒന്ന് കേരള ബാങ്കും ഒന്ന് കേരള ഗ്രാമീൺ ബാങ്കും. പിന്നെ കേരള ബാങ്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ബാങ്കാണ്. ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതാണ്. കേരള ബാങ്കിൽ ഏതാണ്ട് 6,60,00,000 അവരുടെ കണക്കനുസരിച്ച്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മുന്നോട്ടോ വരും പിന്നെ ഈ വായ്പയുടെ തോത് മൊത്തമായിട്ട്. പക്ഷെ കേരള ഗ്രാമീൺ ബാങ്കിന് ഏതാണ്ട് 16 കോടിയോളം വായ്പ ഉണ്ട് അവിടെ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ഡിസ്ട്രിക്ട് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാര്യവും മറ്റുള്ള കാര്യങ്ങളും ബാങ്ക് എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു സ്പെഷ്യൽ SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ഉടനെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും, വിളിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് അതായത് ബാങ്കുകൾക്ക് തീരുമാനിക്കുക, അതിൽ മാത്രമേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിന്റെ ബോർഡിന് തീരുമാനിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാര്യത്തിൽ അവരുടെ ബോർഡാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അതിലിപ്പോൾ ഞാനൊരു അഭിപ്രായം പറയാൻ പറ്റില്ല എനിക്ക്. അല്ല, ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം ചോദിച്ചതാണ്. ഒരു SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ജനറൽ മാനേജർ എന്ന നിലയിൽ ഇവരോട് അനുതാപപൂർവമായ ഒരു നിലപാടുണ്ടാകണമെന്ന് താങ്കൾക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് തന്നെയാണ്.
തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, ഈ പ്രൈവറ്റ് ബാങ്കുകളെല്ലാം ചിലർ EMI അടയ്ക്കാൻ ഇവരെ നിർബന്ധിക്കുന്നു. ഞങ്ങളോട് പോയപ്പോൾ ചിലർ പറഞ്ഞത് ഈ ബ്ലേഡിന്റെ പലിശ കൊടുക്കുന്നത് പോലെയാണല്ലോ ചില ബാങ്കുകളെങ്കിലും പേഴ്സണൽ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ബാങ്കുകളൊക്കെ EMI അടയ്ക്കാൻ ഇവർക്ക് നോട്ടീസ് അയക്കുന്നു ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരോട്. അതൊരു ശരിയായ ഒരിക്കലും പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും നമുക്ക് അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നു. ആ സമയത്ത് പ്രൈവറ്റ് ബാങ്കുകളല്ല അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ മണി ലെൻഡേഴ്സ് മറ്റേ വട്ടിപ്പലിശക്കാരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രൈവറ്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇല്ല. ഈ പറയുന്ന മേപ്പാടിയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്ക്. വേറെ മറ്റേ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഇല്ല. അവരൊന്നും ഇങ്ങനത്തെ ഒരു ഇതിൽ പോകില്ല. കാരണം അവരൊക്കെ നമ്മുടെ SLBCയുടെ ഇതിൽ വരുന്നതാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ ഇതായിരിക്കും, മറ്റേ ഈ മണിയിൽ വട്ടിപ്പലിശക്കാരുടെ ആയിരിക്കും. അത് ഒരിക്കലും പാടില്ല. അത് പോലീസ് കൺട്രോൾ ചെയ്യേണ്ടത് തന്നെയാണ്. പോലീസും ജനങ്ങളും കൂടെ ചേർന്ന് കൺട്രോൾ ചെയ്യേണ്ടത് തന്നെയാണ്. കഷ്ടപ്പെട്ട് ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയെ നമുക്കൊന്ന് സാന്ത്വനിപ്പിക്കാൻ, വേറൊന്നും കൊടുക്കാൻ പറ്റും, ഒരു സാന്ത്വന വാക്കെങ്കിലും കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഈ അനുഭാവപൂർവ്വം ലോണുകൾ എഴുതിത്തള്ളുന്ന കാര്യം പരിഗണിക്കണം എന്നതാണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ? സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി തീർച്ചയായിട്ടും അങ്ങനെ അത്രയ്ക്കും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് ബാങ്കുകൾ ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് അതായത് ബോർഡുകളാണ്. അതിന് SLBCക്ക് പിന്നെ ഇതൊന്നുമില്ല, ഒരു പവറൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇന്ന് തന്നെ നമ്മൾ എല്ലാ ബാങ്കുകളെയും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്പെഷ്യൽ DCC അതായത് ജില്ലാതല കൺസൾട്ടേറ്റീവ് കമ്മിറ്റി DCC മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ മിനിറ്റ്സ് നമ്മൾ എല്ലാ ബാങ്കുകളെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾക്ക് അത് അവരുടെ പിന്നെ ബോർഡിൽ ടേക്കപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന SLBC നടക്കുന്ന സമയത്ത് അവർക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും ചിലത് എഴുതിത്തള്ളാൻ കഴിയില്ലെങ്കിലും പലിശയെങ്കിലും ഒഴിവാക്കി ഇവർക്ക് ഗഡുക്കൾ അടയ്ക്കുന്നത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും നടപ്പിലാക്കാമല്ലോ അല്ലേ ശ്രീ പ്രദീപ്? തീർച്ചയായിട്ടും ഒരു മൊറട്ടോറിയം എന്ന് പറയുന്ന ഒരു ടൈം കൊടുക്കാം. പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതായത് നമുക്ക് അതിനൊരു മീറ്റിംഗ് കൂടി ബാങ്കുകൾ തീരുമാനിച്ചാൽ മാത്രമേ അതിനുള്ളൊരു ഒരു ഉത്തരം തെളിഞ്ഞു വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ശ്രീ പ്രദീപ്, എനിക്ക് ആ പരിമിതി മനസ്സിലായി. പക്ഷേ ശ്രീ പ്രദീപ് അടക്കമുള്ളവരൊക്കെ വിചാരിച്ചാൽ അത് നടക്കും. കാരണം പ്രദീപ് അടക്കമുള്ളവർക്ക് ഇപ്പോൾ ഈ പറയുന്ന ബാങ്കുകളോടുള്ള നമ്മുടെ വിശ്വാസ്യതയുടെയും കൂടി ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ. താങ്ക് യു ശ്രീ KS പ്രദീപ്. ശ്രീ MK കണ്ണൻ, ശ്രീ KS പ്രദീപ് അതിനകത്തുണ്ട്. ഓരോ ബാങ്കും അവരുടെ ബോർഡുകളാണ് കൂടെയുള്ളത്. അവിടെയുള്ള ഗ്രാമീൺ ബാങ്ക്, പിന്നുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പിന്നെ മറ്റു ചില ബാങ്കുകൾ കുറച്ച് ദൂരെയുള്ള ബാങ്കുകളാണ്. അപ്പോൾ ഈ ദുരിതബാധിതരായിട്ടുള്ള പറഞ്ഞോളൂ ശ്രീ കണ്ണൻ. ഈ ബ്രാഞ്ചിൽ 55 ലക്ഷം രൂപ വരും ഈ ബ്രാഞ്ചിൽ. ഓക്കെ, താങ്ക് യു ശ്രീ കണ്ണൻ. താങ്ക് യു ശ്രീ പ്രദീപ്. ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാടെടുത്തതിന് ശ്രീ KS പ്രദീപിനൊക്കെ ഇത് ഒരുപക്ഷെ ബാങ്കുകളിൽ അഭ്യർത്ഥിക്കാനേ കഴിയൂ. അതായത് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ജനറൽ മാനേജറാണ് ശ്രീ KS പ്രദീപ്. അനുഭാവപൂർവ്വം ലോണുകൾ എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്ന് ശ്രീ പ്രദീപ് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ചുരുങ്ങിയ പക്ഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയെങ്കിലും വേണം ഉടൻ തന്നെ. കുറച്ച് എഴുതിത്തള്ളാൻ കഴിയുന്ന എഴുതിത്തള്ളണം. പാവം മനുഷ്യരാണ്, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചെറിയ നിങ്ങളുടെ ലാഭത്തിനൊരു വിഹിതമല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. തീർച്ചയായും ആ ജനതയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കണം. താങ്ക് യു ശ്രീ KS പ്രദീപ്. വൺസ് അഗൈൻ താങ്ക് യു ശ്രീ MK കണ്ണൻ. കേരള ബാങ്കിൻ്റെ അധികൃതർക്കും ഡയറക്ടർ ബോർഡിനും ഞങ്ങളുടെയും നന്ദി അറിയിക്കുന്നു. അതൊരു ചേർത്തുപിടിക്കലിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അഭയതീരത്തേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു നിലപാട് കൂടിയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം തിരികെ വരാം. ദുരന്തം ബാക്കി വെച്ച പലരുടെയും ജീവിതത്തിൽ ഇനി ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. ഇനി എന്ത്, എങ്ങോട്ട്? ജീവിതമാർഗമായ പലതും നഷ്ടപ്പെട്ടു. ജീപ്പ് എവിടെ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ചൂരൽമലയിലെ അക്കു എന്ന ഷൈജൽ. ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള പ്രതീക്ഷ നഷ്ടമായ വേദന ഈ 23 വയസ്സുകാരന് താങ്ങാവുന്നതിലും അധികമാണ്. ആദ്യം എനിക്ക് അറിയുന്നത് വണ്ടി ഓടിക്കാൻ കാര്യങ്ങളായിരുന്നു. ഓട്ടോറിക്ഷയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നീടാണ് വാപ്പ അത് ഓടിക്കാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജീവൻ കിട്ടിയില്ല. പക്ഷെ ഇനി മുന്നോട്ട് ജീവിക്കണേ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നൊരു ഇത് കിട്ടുന്നില്ല. നമ്മളെല്ലാം സമ്പാദ്യം പറയാനൊന്നുമില്ല. നമുക്ക് ആകെയുള്ള വണ്ടി മാത്രമാണ്. അത് ഓടിച്ചിട്ട് വേണം നമ്മളെ കാര്യങ്ങൾ കഴിയാൻ. നമ്മളെ മാർഗവും പോയി, നമ്മൾ ജീവിക്കാനുള്ളതും പോയി, നമ്മളെ കൂടെ ഉള്ളവരും പോയി. ഇനി എവിടെ ഉണ്ട് ഒന്നും ഒരു പിടുത്തല്ല.
അന്ന് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ്. കിടന്ന് ഒരു കുറച്ച് കഴിഞ്ഞ സമയത്താണ് ചെറിയൊരു ഒച്ച കേട്ടത്. ആ ഒച്ച കേട്ട് നീക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ ഭാഗവും ജനാലൊക്കെ കൂടി അടിച്ചു പോയത്. നേരെ പുറത്തേക്ക് ഇറങ്ങാൻ ഓടുമ്പോഴേക്കും അടുത്ത അടിയിൽ ഈ ഭാഗത്ത് നിന്ന് ഈ സൈഡുണ്ടായ ഭിത്തി മൊത്തം ചുമരക്കൂടെ അടിച്ച് മേത്തുകൂടെ വീണത്. അങ്ങനെ ചളിയെല്ലാം കൂടി കയറി കുറച്ച് ടൈം എടുത്ത് അതിനൊന്ന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ ഈ സൈഡിലായിട്ടായിരുന്നു വണ്ടിയെ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അവിടെ ഓട്ടോറിക്ഷയും എൻ്റെ ജീപ്പും പിന്നെ അന്ന് പെങ്ങളെ അളിയൻ വന്നിരുന്നു. പെങ്ങളെ കെട്ടിയ അളിയൻ വന്നിരുന്നു. അവൻ്റെ മുണ്ടക്കായ് ഭാഗത്താണ് വീട്, പുഴ സൈഡായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നതായിരുന്നു. അവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അതും പോയി. പരമാവധി കഷ്ടപ്പെട്ടിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് എടുത്തത്. കാരണം എല്ലാവർക്കും അറിയാം വണ്ടീനോട് എനിക്ക് എത്ര സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് അതൊക്കെ എടുത്തത്. പരമാവധി വണ്ടിയുമ്പോൾ തന്നെയാണ് നമ്മളെ പരിപാടി. ഇപ്പോൾ നമ്മൾ ചെക്കന്മാരൊക്കെ ഞങ്ങൾ എവിടെയും പോവുകയാണെങ്കിലും എല്ലാം കൊണ്ടും വണ്ടി പറഞ്ഞാൽ അത്ര ഇതായിരുന്നു. അതാണ് അങ്ങനെ. നമ്മളെ കൂടപ്പുറപ്പോടുകൂടിയേ പോയത്. വണ്ടിയും പോയതിനെക്കാട്ടിയും അതിനേറെ സങ്കടം നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമ്മളെ അയൽക്കും കാര്യങ്ങളായിട്ടുള്ളവരെന്നെ ചുറ്റത്തുള്ളവരെന്നെ അതും പോയി. എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, മാനസികമായിട്ട് ഭ്രാന്ത് പിടിച്ചില്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം അയക്കുന്ന ഈ ലൈഫിൽ ഇനിയൊന്നും ആവാനില്ല. എന്താ ഇനി മുന്നോട്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് എന്തായാലും നമ്മളൊരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ചെയ്തു പോകണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ എന്നെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും അവസ്ഥ തന്നെ ആയിരിക്കും. എന്താ മുന്നോട്ട് പോവുക, എന്താ ചെയ്യുക? വണ്ടി ഈ സൈഡിലായിട്ട് നമ്മളെ വീടിൻ്റെ ചേർത്തിട്ട് ഈ മരത്തിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് വണ്ടി ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ വണ്ടി കാണാനല്ല, ചതഞ്ഞിക്കുന്ന വലിയ കല്ലൊക്കെ അടിച്ച് ചതഞ്ഞ് അപ്പം തന്നെ അയക്കുന്നു. ജീപ്പിൻ്റെ കാണാൻ ആവശ്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല മുന്നോട്ട്. അങ്ങനെ നമ്മൾ കൂടെയുള്ള സുഹൃത്തിൻ്റെ വണ്ടി അതേപോലത്തെ വണ്ടിയായിരുന്നു. അത് കാണുമ്പോഴാണ് ഇങ്ങനെ ചങ്ക് പൊട്ടുന്നത്. വണ്ടി ജീപ്പുകൾ കാണുമ്പോൾ തന്നെ ഒരു ഇറങ്ങിയതാണ്. ഇപ്പോൾ എല്ലാം കൊണ്ടുപോയ ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ ഓർമ്മയിൽ നിന്നും ഷൈജലും കുടുംബവും ഈ നാടും ഇനിയും വിട്ടുചേർന്നിട്ടില്ല. ജീവിതത്തിൽ ആകെ നീക്കിയിരിപ്പായി ബാക്കിയുണ്ടായിരുന്നത് വാഹനം മാത്രമായിരുന്നു. അതായിരുന്നു ഷൈജലിൻ്റെ ജീവിതവും. അതും ഉരുള് കൊണ്ടുപോയി. ഇനി എന്ത് എന്നുള്ളതാണ് ഇവൻ്റെ ചോദ്യം, ഈ നാട്ടുകാരുടെ ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, വയനാട്. കരം പിടിക്കാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകളുണ്ടെന്നറിയാം. നേരത്തെ നിയാസിൻ്റെ വാഹനം യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഹനം ഇപ്പോൾ തയ്യാറായി വരുന്നുണ്ട്. അപ്പോഴാണ് ഷൈജിലിൻ്റെ വാർത്ത ഞങ്ങൾ കേട്ടത്. തീർച്ചയായും ഷൈജിലിനും നമുക്ക് കൈപിടിക്കണം. അത് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗമായിരുന്നു, ആ കുടുംബത്തിന് ഉപജീവന മാർഗമായിരുന്നു. പെരുമാറി വളയം പിടിച്ച് ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വാഹനമാണ്. ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ആ ജീപ്പ് എവിടെയുണ്ടെന്ന് ഇപ്പോൾ ഷൈജിലിന് അറിയില്ല. ഷൈജിലിൻ്റെ അത്താണിയായിരുന്ന, കുടുംബത്തിൻ്റെ വരുമാനമായിരുന്ന ആ ജീപ്പ് നഷ്ടപ്പെട്ടതോടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഷൈജിലിന് ഓടിക്കാൻ ഒരു വണ്ടി വേണം. അത്യാവശ്യം മലയും കുന്നുമൊക്കെ കയറി ഇറങ്ങാൻ പോകുന്ന അത്യാവശ്യം കണ്ടീഷനുള്ളൊരു വണ്ടി. അതിൻ്റെ വളയം പിടിച്ച് ഷൈജിൽ ജീവിച്ചോളും. പക്ഷേ അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി കനിയണം. ഇങ്ങനെ ധാരാളം മനുഷ്യരെ നമുക്ക് അവരുടെ ദുരിതക്കയത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അവരുടെ പട്ടികയിൽ മുൻപിലാണ് ഷൈജൽ. ഞാൻ നിസാറിനെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. നിസാർ ഒരു സലൂൺ നടത്തിപ്പുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം അതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ജിതേഷ് കൂടിയുണ്ട്, ജിതികയുണ്ട്. നമുക്കാദ്യം നിസാറിലേക്കൊന്ന് പോയി വരാം. നിസാർ, നമസ്കാരം. നിസാർ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ ഹൈസ്കൂള് ക്യാമ്പിലാണ് സാറേ. നിസാർ വീട് എവിടെയായിരുന്നു? ചൂരൽമലയിലായിരുന്നോ, മുണ്ടക്കയിലായിരുന്നോ, പുഞ്ചിരിമട്ടത്തായിരുന്നോ? വീട് ചൂരൽമല തന്നെയായിരുന്നു വീട്. അപ്പോൾ വീട് നമ്മളെ ഈ വില്ലേജ് റോഡിൻ്റെ ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അത് ആദ്യം ആ വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അപേക്ഷകൾ ഞാൻ മുൻപോട്ട് തന്നെ MLAക്ക്, കളക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അവരൊക്കെ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിന് ഈ പ്രളയം വന്നത്. ആ പ്രളയത്തോട് കൂടിയിട്ട് അതൊക്കെ തീരുമാനമായി സാർ. ആ ഒരു സലൂണാണ് ഉണ്ടായത്. ആ സലൂണും പ്രളയം വീടിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ട് പോയിരിക്കുകയാണ്. കട എവിടെ ഉണ്ടായിരുന്നത്? നിസാറിന്റെ സലൂൺ കട എവിടെ ഉണ്ടായിരുന്നത്? കട നമുക്ക് ടൗണിൽ തന്നെയായിരുന്നു. അതിൻ്റെ പുറകിലൂടെയാണ് ഈ വെള്ളമൊക്കെ വന്ന് ഇടിച്ച് കയറിയിട്ട് കടയുടെ എല്ലാ ഭാഗവും കൊണ്ടുപോകും. സലൂൺ വാടകയ്ക്കായിരുന്നോ നിസാർ?
അതെ, വാടകയ്ക്ക് വരുന്നു സാറേ. എത്ര രൂപയായിരുന്നു മാസ വാടക? മാസവാടക 4000 രൂപ മാസവാടക കൊടുക്കുന്നുണ്ട്. എത്ര ചെയർ ഉണ്ടായിരുന്നു നിസാർ? അവിടെ ഈ സലൂൺ മാത്രമേ ഉണ്ടായിരുന്നു, അതായത് തലമുടി വെട്ടുക, ഷേവിങ്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ പോലെ ആയിരുന്നോ? അല്ല, ചെറിയ തോതിൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ല. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനത്തെ ഒന്നും ഇത് നടക്കില്ലല്ലോ സാറേ. ചെറിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനായിരുന്നു അവിടെ വേറെ അടുത്ത കസേരയിലുണ്ടായിരുന്നത്. 2 കസേരയാണ് ഉണ്ടായിരുന്നത് അല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ ഉമ്മ ഒരു വിധവ, 2 കസേര ഉണ്ടായിരുന്നത്. അവൻ്റെ ഉമ്മ ഒരു വിധവയാണ്. അവരുടെ വീടും ഈ പറഞ്ഞ മാതിരി ആയി. എൻ്റെ തറവാട് വീടും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ രണ്ടാൾക്കൊക്കെ ജോലിയില്ല. വീട് പോയി, ഈ സലൂൺ നിന്നിരുന്ന കടയും പോയി. 4000 രൂപ മാസ വാടകയ്ക്ക് ഒരു കടയായിരുന്നു. അവിടെ എത്ര സലൂണുകൾ ഉണ്ടായിരുന്നു ചൂരൽമലയിൽ നിസാർ? നിസാറിന്റെ കൂടാതെ വേറെ കടയുണ്ടായിരുന്നു? അവിടെ മൊത്തം 4 കടയായിരുന്നു. ആ എല്ലാവരുടെ ജീവിതമാർഗവും പോയി. പക്ഷേ ബോർഡ് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കൽപ്പറ്റ സ്റ്റേറ്റ് കമ്മിറ്റി വന്നു എന്നല്ലാതെ ഈ ജില്ലയിലെ കമ്മിറ്റി, കോഴിക്കോട് ജില്ലയിലെ കമ്മിറ്റിയിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടൊന്നുമില്ല സാറേ. എല്ലാ സംഘടനകളും അത് വേണ്ട രീതിയിൽ ഗവനിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലായി. നിസാർ, എൻ്റെ ഒരു സംശയം, നിസാർ എത്ര കാലമായി ഈ സലൂണിൽ ഈ പണി ചെയ്യുന്നു? ഞാൻ ഒരു ഇപ്പോൾ 10-20 കൊല്ലമായിട്ട്, 10-22 കൊല്ലമായിട്ട് അവിടെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരാളാണ്. നിസാർ ഒരുപാട് മുടിവെട്ടിയ മനുഷ്യരെ ഉള്ളു കൊണ്ടുപോയില്ലേ? ഞാനാണ് മനുഷ്യനാണ്. എല്ലാവരും കൊണ്ടുപോയി. നമ്മളെ സുഹൃത്തുക്കളല്ല, ആരും ഇപ്പം തന്നെ ആളുണ്ട്. അത് വലിയൊരു വിഷമമാണ്. നിസാറിന് ഇനിയൊരു കടയിട്ട് തന്നാൽ ചൂരൽമലയിൽ വേണമെന്നാണോ ആഗ്രഹം, അതല്ല മേപ്പാടിയിൽ വേണമെന്നാണോ ആഗ്രഹം നിസാർ? അവിടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല സാറേ. ആ കോലത്തിലായിരിക്കും അവിടെ എല്ലാവരും. കാരണം ഒരു ഗ്രാമേ പോയി, പിന്നെ അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് മേപ്പാടിയോ അല്ലെങ്കിൽ വല്ല കൽപ്പറ്റ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റുക എന്നല്ലാതെ അവിടെ അപകടങ്ങളിൽ പതിയിരിക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ ചെറിയ കുട്ടികളാണ്. ഞങ്ങളൊക്കെ ഇത്രയും കാലം ജീവിച്ചു. നമ്മുടെ ചെറിയ മക്കൾ കൊണ്ട് അന്ന് 1:30-ക്കൊക്കെ ഞാൻ എൻ്റെ മക്കളായിട്ട് ഞാൻ ഓടിയതാണ്. വീട്ടുകാരൊക്കെ എവിടെ നിന്നായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഓടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്തു. ചെറിയ മക്കളാണ് എൻ്റെ 2 മക്കൾ. അപ്പോൾ നിസാറിന് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഒരു സലൂൺ ഇടാനുള്ളൊരു കടമുറിയെങ്കിലും വേണം അല്ലേ നിസാർ? അതെ. അതിലൊരു നിസാറിന് ഈ സലൂണല്ലാതെ മറ്റ് ജോലിയൊന്നും അറിയില്ലല്ലോ നിസാർ? മറ്റു ജോലി നമ്മൾ സാധാ കൂലിപ്പണിക്കൊക്കെ നമ്മൾ പോയിരുന്നത്. പിന്നെയാണെങ്കിൽ സലൂണിൽ ഈ പണി പഠിച്ചതിലേക്ക് കയറിയത്. അല്ലാതെ വേറൊരു കൈക്കൊന്നും നമുക്ക് അറിയില്ല. വീട്ടിൽ എത്ര പേരുണ്ട് നിസാർ? വീട്ടിൽ ഞാൻ എൻ്റെ ചെറിയ കുടുംബമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഉമ്മ അവരൊക്കെയാണ് ഉള്ളത്. പക്ഷേ 2 ഉപ്പാക്കും വയ്യാത്തതാണ്, ഉമ്മാക്കും വയ്യാത്തതാണ്. ഒരു പെങ്ങളാണെങ്കിൽ ഒരു ചെറിയ മണ്ടൽ ഡിസീസ് കാര്യങ്ങളുള്ള ഒരു പെങ്ങളാണ്. അത് മാസം 10-600 രൂപേൻ്റെ മേലെ മരുന്നിന് തന്നെ വേണം. അങ്ങനെയൊക്കെ കൂടി വലിയൊരു പ്രയാസത്തിലാണ്. ഓക്കെ നിസാർ, അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നെന്ന് തോന്നുന്നു. കനത്ത മഴയാണോ നിസാർ ഇപ്പോൾ പെയ്യുന്നത്? ശബ്ദം കേൾക്കാം. എവിടെ മഴയില്ലെങ്കിലും വെള്ളരിമല വില്ലേജിൽ കറുത്ത മഴയാണ് സാറേ. ഇങ്ങോട്ട് മേപ്പാടി കൽപ്പറ്റ ഈ ഭാഗത്ത് മഴ ഇല്ലെങ്കിലും ഞങ്ങൾ വെള്ളരിമല വില്ലേജ് ചൂരൽമല ആ ഭാഗത്ത് എപ്പോഴും മഴയാണ്. അപ്പോൾ നിസാറിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയേണ്ടത് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഒരു കടയിട്ട് തന്നാൽ നിസാറിന് തൽക്കാലം ഒന്ന് പിടിച്ചു കയറാം അല്ലേ നിസാർ? അതെ, ഈ കുടുംബത്തിനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ആളുകൾ വരും നിസാർ. കാരണം ഒരു കടയിൽ ഇട്ട് തന്നാൽ അത്യാവശ്യം ആ കട ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ നിസാറിന് പറ്റും. ആദ്യത്തെ ഒരു തുടക്കം എന്ന രീതിയിൽ ഒരു 4-5 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ആ വാടക നമുക്ക് ഒഴിവാക്കി കിട്ടാവുന്ന തരത്തിൽ നമുക്ക് കട സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. കേട്ടോ നിസാർ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിനിധി നിസാറിനെ കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ നാളെ രാവിലെയും ഇത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യും. നിസാറിനൊരു കട വേണം. ആ കടമുറി മേപ്പാടിയിലോ കൽപ്പറ്റയിലോ നന്നായിട്ട് സലൂണിൽ വെട്ടുന്ന നിസാറിന് ഒരുപാട് പേര്, പ്രിയങ്കരനായ നിസാറിനെ സഹായിക്കാൻ ആളുകൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്ക് നോക്കാം നിസാർ. എന്തായാലും ഇനിയിപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നിസാർ?
തന്നെ ഒന്നും അറിയില്ല സാറേ, കാരണം വീടാണെങ്കിൽ ഇങ്ങനെ പോയി കിടക്കില്ല, എവിടെ പോയി എന്നുള്ള ഒരു വിഷമത്തിലാണ് ഉള്ളത്. എന്ത് ചെയ്യുമെന്നുള്ളത് അല്ല, അത് ശരിയാവും. എന്തായാലും അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെ ക്യാമ്പിൽ നിന്നൊക്കെ മാറ്റും. പക്ഷേ വരുമാനമാർഗം ഉറപ്പിക്കുകയാണ് പ്രധാനം. അതും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിസാർ, ധൈര്യമായിട്ടിരിക്കൂ. അങ്ങനെ പ്രതീക്ഷയൊന്നും കൈവിടേണ്ട. ഇതൊരു താൽക്കാലിക ഇടവേള. ജീവിതത്തിലൊരു എപ്പോഴും വെല്ലുവിളികൾ നേരിടുമല്ലോ. നമ്മളൊരു പരീക്ഷയുടെ ഒരു പേപ്പർ തോറ്റുപോയി എന്ന് കരുതിയാൽ മതി. നമ്മൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയെടുക്കും. കേട്ടോ നിസാർ, ധൈര്യമായിട്ടിരിക്കൂ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ കിടക്കുമ്പോഴല്ലേ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. നിസാറിനൊരു പണി അറിയുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിസാർ നമുക്ക് നോക്കാം. റിപ്പോർട്ടറും ഒപ്പമുണ്ട്. നിസാറിൻ്റെ ഒരു വരുമാന മാർഗ്ഗം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിക്കാം. ജിതേഷ് കൂടി നമുക്കൊപ്പമുണ്ട്. ജിതേഷ്, നമസ്കാരം. ജിതേഷിൻ്റെ വീട് എവിടെയായിരുന്നു? ഇവിടെ ചൂരൽമലയിലായിരുന്നോ പുഞ്ചിരിമട്ടത്തായിരുന്നോ? ഇല്ല, ഞാൻ താമസിച്ചിരുന്നത് മുണ്ടക്കയായിരുന്നു. പള്ളിയിലടുത്തായിരുന്നോ? ഹലോ, അതെ, പള്ളിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അത് അമ്മയ്ക്ക് അവിടെ 1 വർഷം കൂടി സർവീസ് ഉണ്ട് എസ്റ്റേറ്റിൽ. അപ്പോൾ അവിടെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ പുഞ്ചിരി മട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് അമ്മയുടെ പേരിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വീട് വയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽസ് എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. മണലും മെറ്റലും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടൊരവസ്ഥയാണുള്ളത്. ജിതേഷിന് എന്തായിരുന്നു ജോലി? ഹലോ, എനിക്ക് ബിൽഡിംഗ് ലൈസൻസിയാണ് സാർ. നമ്മുടെ അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റാണ്. ഓക്കെ. ഈ ലോൺ എടുത്തിരുന്നോ ആ വീട് വയ്ക്കാൻ ജിതേഷ്? ഉള്ളത് വേറെ ലോൺ ഉണ്ടായിരുന്നു. അമ്മയുടെ പേരിൽ ലോൺ ഉണ്ടായിരുന്നു. ഏത് ബാങ്കിൽ നിന്നാ? എനിക്ക് തോന്നുന്നത് ഗ്രാമീൺ ബാങ്ക് ആണെന്ന് തോന്നുന്നു, ചൂരൽമല അവിടെ. ഓക്കെ. ജിതേഷ്, എനിക്കൊന്നു ആ പുഞ്ചിരിമഠത്തെ കുറേ അധികം മനുഷ്യരല്ലേ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മനുഷ്യരൊക്കെ പോയെന്ന് തോന്നുന്നില്ലേ ആ മുണ്ടക്കൈ ഭാഗത്ത്? അതെ അതെ, നമ്മുടെ സുദേവനും നാസറും ഒരുപാട് എൻ്റെ കൂടെ. അതെ അതെ അതെ, അവരൊക്കെ നമ്മൾ അവിടെ ബസ് തിരിക്കാൻ വരുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള ബസ് തിരിക്കുന്നതിൻ്റെ അടുത്തുള്ള വാലവാടിയിലാണ് ഈ സുദേവേട്ടനൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളവിടെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ സുദേവേട്ടനെ ദിവസവും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ ബസ് പോയോ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചേട്ടനോടാണ്. മനസ്സിൽ പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഈ ഏട്ടൻ ഉണ്ടാവാറുണ്ട്. ചെറുപ്പം മുതലേ നമ്മുടെ ഒരു ഉത്സവമാണെങ്കിലോ എന്ത് പെരുന്നാളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു ക്ലബിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ജിതേഷിന്റെ വീട്, ജിതേഷ് ഇപ്പൊ ഏത് ക്യാമ്പിലാണുള്ളത്? മേപ്പാടിയിൽ സെന്റ് ജോസഫിലാണോ അതല്ല സ്കൂൾ ക്യാമ്പിലാണോ? ഇപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതെ, അല്ല, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി. ഇനിയിപ്പോ ഈ ക്യാമ്പിൽ നിന്ന് തിരിച്ചിനി എങ്ങോട്ട് പോകാനാണ് ആലോചന ജിതേഷ്? അത് ശരിക്കും തീരുമാനമായിട്ടില്ല സാർ. ഒന്നാമത് വാടക വീടുകളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ എവിടെയും ഒഴിവില്ല. പിന്നെ ഗവൺമെൻറ് ഒരു എന്താ പറയുക കുറച്ച് വീടുകളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. ഇനിയിപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും നമുക്കൊരു മാർഗമായിട്ടുള്ളത്. മറ്റുള്ള വാടക വീടുകളൊന്നും ശരിയായിട്ടില്ല. ജിതേഷ്, അങ്ങനെ ഇനിയിപ്പം അവിടെ വാടക വീട്ടിൽ മേപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിലും ജിതേഷിന്റെ വർക്ക് നടക്കുമോ? എന്താണ് ഇനി ജിതേഷിന്റെ വർക്കിന്റെ ഒരു സ്വഭാവം? ഇനി വർക്കിന്റെ സ്വഭാവം ശരിക്ക് കൽപ്പറ്റ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസുള്ളത്. പക്ഷേ എന്താണ് നമ്മുടെ ഈ മേപ്പാടി ഭാഗങ്ങളും ഈ പറയുന്ന ചൂരൽമല ഉള്ള ഭാഗങ്ങളും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള വർക്ക് സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇപ്പം മുണ്ടക്കൈ ഭാഗങ്ങളിൽ തന്നെ 1-2 പ്ലാനുകളും ഇതൊക്കെ നമ്മൾ പാസ്സാക്കിയിട്ടിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ ആ ഭാഗം ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്, കേൾക്കുന്നത്. ശരിയാണ്, മറ്റു വർക്കുകൾ വരും ജിതേഷ്. എന്തായാലും വീടിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ കയ്യിൽ ഞങ്ങളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ അധികം ആളുകൾ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ നല്ല വീടുകളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നിരുന്നു. അത് ഞങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ നിങ്ങളെ അറിയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അധികം വൈകാതെ തന്നെ. ഇപ്പോൾ ക്യാമ്പിൽ അത്യാവശ്യം ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ അല്ലേ ജിതേഷ്? അതെ അതെ,
ഉണ്ട് സാർ. കാര്യങ്ങൾ ക്യാമ്പിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ ഗവൺമെൻറ് ഓഫീസേഴ്സ് എല്ലാം നല്ലപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അമ്മയുടെ ലോൺ സമയത്തുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഒരു ലോൺ എഴുതി തള്ളണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ പറയായിരുന്നു. ഒരു കണക്കുകളൊക്കെ അതെ എന്നുവെച്ചാൽ ആ വീടും ഒക്കെയുള്ള സ്ഥലവും എല്ലാം കാര്യങ്ങളൊക്കെ പോയല്ലോ. തീർച്ചയായിട്ടും ജിതേഷ്, അത് നമുക്ക് ഗ്രാമീൺ ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങൾ ഗ്രാമീൺ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് ആ ചൂരൽമല ബാങ്കിന്റെ ശാഖയിലുണ്ടായിരുന്ന ഒരു 4 സെന്റ് ഉണ്ടായിരുന്നു ലോണുകളെല്ലാം എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. ഗ്രാമീണ ബാങ്കും പിന്തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. താങ്ക് യു ജിതേഷ്. ജിതിക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിക, ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു, ഒരുപാട് മനുഷ്യർക്ക് ലോൺ, അവരുടെ ജീവനോപാധികൾ പലതും നഷ്ടപ്പെട്ടു, അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ നിയാസിനൊരു ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനമായി, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാൻ തീരുമാനമായി, വീട് വെച്ച് കൊടുക്കാൻ തീരുമാനമായി, കട വെച്ച് കൊടുക്കാൻ തീരുമാനമായി വിഷ്ണുവിന്. അങ്ങനെ കുറച്ചധികം പേര്, പക്ഷെ നമ്മൾ എത്ര അങ്ങോട്ട് പെറുക്കിയെടുത്താലും തീരുന്നില്ല, എണ്ണം ഇങ്ങനെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇവരുടെ ജീവനോപാധികളൊക്കെ നമ്മളെല്ലാവരും ചേർന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ജിതിക, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഈ കേരള ബാങ്കിൻ്റെ ഒരു മാതൃക മറ്റു ബാങ്കുകളും പിന്തുടരേണ്ടതല്ലേ? അത് ഈ ലോൺ ബാധ്യതയുള്ളവരുടെ എഴുതിത്തള്ളുക, മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇവരുടെ ഉപജീവന മാർഗം, അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ ഉപജീവനത്തിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തണം. ജിതികയുടെ ഒരു അഭിപ്രായം എന്താണ്? ജിതിക ഇവരെയൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഞാൻ എല്ലാവരോടും നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവിടുന്ന് രക്ഷാപ്രവർത്തകർ മുതൽ ഈ നിമിഷം വരെ എല്ലാവരും നമ്മളോട് കൂടെ തന്നെ ഉണ്ട്, സപ്പോർട്ടായിട്ട്. ഗവൺമെൻറ് ആയാലും സന്നദ്ധ സംഘടനകളായാലും നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവരുടെ ജോലികൾ മാറ്റിവെച്ചിട്ടടക്കം അവർ കെയർ ചെയ്യുന്നുണ്ട്. ഫുഡ് തരുന്നവരായാലും ക്ലീൻ ചെയ്യുന്നവരായാലും ഡോക്ടേഴ്സ് ആയാലും അങ്ങനെ, അതായത് ബോഡി തരാനായാലും എല്ലാവരും എല്ലാ ജോലിയും മാറ്റിവെച്ച് നമ്മളുടെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്ന് നമ്മളുടെ എല്ലാ സഹായത്തിനും അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഈ നിമിഷം വരെ എല്ലാ സഹായങ്ങളും അത് ആരൊക്കെയാണെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ പല മുഖങ്ങളും കാണുന്നു. ഓരോ ദിവസവും ക്യാമ്പിൽ ഓരോരുത്തരാണ് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ക്ലീനിങ്ങിലായാലും പല ആൾക്കാരാണ്. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. ചിലപ്പം വേറെ ടീം വന്ന് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഇടാനുള്ള വസ്ത്രം, അങ്ങനെ എല്ലാം നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളെല്ലാം നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതാരൊക്കെയാണോ അവർക്കൊക്കെ ആദ്യം ഞാൻ നന്ദി പറയുകയാണ് ഈ നിമിഷം. ജിതിക, ഞാൻ ചോദിച്ചത്, നമ്മുടെ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഈ ഉപജീവന മാർഗത്തിന് കുറേ സഹായം ഇനി ആവശ്യമായി വരില്ലേ? അതേപോലെ ബാങ്കുകളിൽ എടുത്തിരിക്കുന്ന ലോൺ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു, ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അവർക്ക് ചിലപ്പം മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് കുറച്ചൊരു ഒരു വിഷമത്തിൽ നിന്നൊക്കെ കുറച്ച് എന്തോ ഒരു ദൈവം മറവി വന്ന പോലെ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ആ നിമിഷം തന്നെ, ഒരുപാട് ലോൺ എടുത്ത് വീട് വെച്ചവരുണ്ട്, ഒരുപാട് ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങിയവരുണ്ട്, അങ്ങനെ പിന്നെ കൂലിപ്പണി എടുക്കുന്നവരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം ഇനി മുന്നോട്ട്? അവിടെ ആ മേഖല എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഏത് തോട്ടം തൊഴിലാളി ആയാലും കൂലിപ്പണിക്കാരനായാലും എന്നും ജോലിയുള്ളൊരു സ്ഥലമായിരുന്നു. അവർ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ അവർക്ക് ജോലി ലഭിക്കുമോ എന്നുള്ള വേവലാതിയൊക്കെ അവർക്ക് നന്നായിട്ട്. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെടുത്ത എല്ലാ ലോണുകളും 55 ലക്ഷം രൂപയെങ്ങാണ്ട് മൊത്തം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ 55 ലക്ഷം രൂപയും എഴുതിത്തള്ളാൻ തീരുമാനിച്ചു എന്ന വിവരം അവരെ അറിയിച്ചുള്ളൂ. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ലോണുകളും എഴുതിത്തള്ളും. ഗ്രാമീണ ബാങ്കുമായി ബന്ധപ്പെട്ടും സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അതിൻ്റെ അധികാരികൾ ബോർഡ് കൂടി മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞ് ആശ്വസിപ്പിക്കൂ. തീർച്ചയായിട്ടും ആ ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. ചില ലോണുകളെങ്കിലും അർഹതയുടെ അടിസ്ഥാനത്തിൽ എഴുതിത്തള്ളും. തീർച്ചയായിട്ടും പറഞ്ഞോളൂ ജില്ല. എൻ്റെ ഒരു കാര്യം കൂടി പറയാം.
എനിക്കും ലോണുണ്ട്, എനിക്ക് അവിടെ 4 സെന്റ് സ്ഥലമുണ്ട്. ഞാൻ അവിടെ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടായത്. അതായത് എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും അവിടെ 4 സെന്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും. എനിക്ക് ഗ്രാമീൺ ബാങ്കിൽ ലോണുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അധികാരികളുമായിട്ടൊന്ന് സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോണുള്ളത് ഗ്രാമീൺ ബാങ്കിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ ബാങ്കിന് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. നമ്മളടക്കം ആ ഗ്രാമീൺ ബാങ്കിനെ ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അനുകൂല നിലപാട് നമുക്ക് പ്രതീക്ഷിക്കാം ജിതിക. കാരണം ഇനി നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പണം ഈടാക്കാനാണ്? അത് തീർച്ചയായിട്ടും അത് ബാങ്ക് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജിതികയുടെ കാര്യം മാത്രമല്ല, കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഒക്കെ പണമെടുത്ത മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കത് പരിഗണിക്കാം. താങ്ക് യു ജിതിക. ജിതേഷ്, ഭുവനചന്ദ്രൻ, നിസാർ ഒപ്പം നമുക്കൊപ്പം ചേർന്നതിന് ഇവരുടെയൊക്കെ പ്രതീക്ഷകളാണ്. ഈ ബാങ്കിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് അനുകൂലമായ നിലപാട് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആശ്വാസത്തോണി അയക്കണം. അതിൽ ബാങ്കുകൾക്ക് വളരെ വലിയ സ്ഥാനവുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടറിൻ്റെ മറ്റൊരു ഇടപെടൽ കൂടി ഫലം കാണുന്നു എന്നതിൽ സന്തോഷം. ഞങ്ങൾ ഈ വീടുകൾ അന്വേഷിച്ച് പോയതിനിടയിലാണ് വയനാട് നത്തംകുനിയിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ എത്തുന്നത്. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ചില വീടുകളുണ്ടെന്നൊരു പ്രേക്ഷകൻ പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ടർ ദീപക് മോഹൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച, ഒഴിഞ്ഞു കിടക്കുന്ന 1, 2 അല്ല, 109 വീടുകളാണ് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാം ഉണ്ടെങ്കിലും വഴിയില്ല, വെള്ളവുമില്ല. ഈ പ്രശ്നത്തിന് എന്താണിത് സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ ചില അനാസ്ഥ അവിടെ സംഭവിച്ചു. മന്ത്രി OR കേളുവിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. മന്ത്രി OR കേളു ഇന്നിപ്പോൾ സംഭവസ്ഥലത്തെത്തി. DPRൽ ഒരു കുടുംബത്തിന് അനുവദിച്ചതിൽ 10 സെന്റ് ഭൂമിയും വീടുമാണ്. 10 സെന്റ് ഭൂമിയുടെ രേഖയും വീട്ടു നമ്പരും അവർക്ക് നൽകുമെന്നും കുടിവെള്ളത്തിനായി ഹൗസ് കണക്ഷനുകൾ അനുവദിക്കുമെന്നും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിലുള്ള നടപടികൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും മന്ത്രി OR കേളു ഉറപ്പു നൽകി. റിപ്പോർട്ടർ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ നൽകിയ വാർത്തയെ തുടർന്നായിരുന്നു മന്ത്രിയുടെ നത്തംകുനി സന്ദർശനവും ഇടപെടലും. ആശ്വാസകരമാണ് വാർത്ത. ഇടപെടലിന് നന്ദി. DPRൽ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ ആ ഒരു കുടുംബത്തിന് 10 സെന്റ് ഭൂമിയാണ്. 10 സെന്റ് ഭൂമി, അതിൽ ഈ പറഞ്ഞ പോലെ വീട്, പിന്നെ ഇവിടുത്തെ വൈദ്യുതി, പിന്നെ ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ റോഡ്. ഈ റോഡ് നമ്മൾ കോൺക്രീറ്റോ ടാറോ നമ്മൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് DPRൽ മെയിനായിട്ടുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് 1 മാസത്തിനടുത്തിൽ പൂർത്തിയായാൽ വെള്ളം എന്തുണ്ടായിട്ടും വെള്ളം ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കാര്യങ്ങൾ നടക്കൂലല്ലോ. 1 വർഷമായി കേട്ടോ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട്. പക്ഷേ എങ്കിലും ഇടപെടാൻ മന്ത്രി കാണിച്ച സന്നദ്ധതയ്ക്ക് നന്ദി, സ്നേഹവും. പ്രിയപ്പെട്ടവരെ, ഷിരൂരിലെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഷിരൂരിൽ ആശ്വാസകരമായ ചില കാര്യങ്ങൾ. ആശ്വാസം എന്ന് പറയുമ്പോൾ ആ ലോറി എവിടെ, അതിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള തിരച്ചിൽ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കർവാറിൽ ഉന്നതതല യോഗമാണ്. അവിടെ SP-യും കളക്ടറും നാവികസേന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. നാളെ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ ഒഴുക്കിൻ്റെ വേഗം 3 നോട്ട്സായി മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, നീരൊന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. വിസിബിലിറ്റി കൂടി എന്നർത്ഥം. നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് നാളെയോ മറ്റന്നാളോ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നർത്ഥം. നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളുടെ പ്രതിനിധി AK അഭിലാഷും സംഘവും തത്സമയം തുടരുന്നുണ്ട്. കാർവാറിലും ഷിരൂരിൽ നിന്നും തത്സമയം വാർത്തകൾ നൽകാൻ. നാളെ പ്രഭാതത്തിൽ കൂടുതൽ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഭയതീരത്തേക്ക് വയനാട് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും കരം പിടിക്കേണ്ടതുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.